ഗർഭകാലത്ത് ഗർഭാശയ ഭിത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് പ്ലാസെൻ്റ അഥവാ മാറുപിള്ള എന്നൊക്കെ പറയും. പ്ലാസെൻ്റയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പൊക്കിൾക്കൊടിയിലൂടെയാണ് ഗർഭപിണ്ഡത്തിന് പോഷണം ലഭിക്കുന്നത്. ഗർഭപിണ്ഡത്തിൽ നിന്നുള്ള മാലിന്യങ്ങളും പ്ലാസെൻ്റയിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. ഗർഭിണികളിൽ ചില സമയങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ് മറുപിള്ള അല്ലെങ്കിൽ പ്ലാസെൻ്റ താഴെ എന്ന് പറയുന്ന അവസ്ഥ. ഗർഭകാലത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ, അതായത് 12 മുതൽ 20 ആഴ്ച വരെയെല്ലാം ഗർഭാശയത്തിൻ്റെ താഴത്തെ ഭാഗത്ത്, അതായത് സെർവിക്സിനടുത്ത് മറുപിള്ള കാണുന്നത് സാധാരണമായിട്ടുള്ളതാണ്. ഇതിനെ താഴ്ന്ന നിലയിലുള്ള പ്ലാസെൻ്റ എന്നാണ് പറയുന്നത്. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അധികമായിട്ടുള്ള രക്തസ്രാവം ഒന്നും കാണുന്നില്ലെങ്കിൽ താഴ്ന്ന പ്ലാസെൻ്റയുള്ളവർക്ക് ബെഡ് റെസ്റ്റ് ഒന്നും പറയാറില്ല. ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ 20 ആഴ്ച വരെയൊന്നും മറുപിള്ള താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ 18 മുതൽ 20 ആഴ്ച വരെയുള്ള സ്കാനിങ്ങിൽ താഴ്ന്ന നിലയിലുള്ള പ്ലാസെൻ്റ ഉണ്ടെങ്കിൽ 3-ാം ട്രൈമസ്റ്ററിൽ പ്ലാസെൻ്റയുടെ സ്ഥാനം വിലയിരുത്താൻ നിർദ്ദേശിക്കും. ഏകദേശം 32 ആഴ്ചയിൽ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടും. ഇനി 3-ാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭാശയത്തിന്റെ താഴത്തെ ഭാഗത്തു തന്നെയാണ് പ്ലാസെൻ്റ കാണപ്പെടുന്നുവെങ്കിൽ ആ അവസ്ഥയെയാണ് പ്ലാസെൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. മിക്ക ഗർഭിണികൾക്കും പ്ലാസെൻ്റ പ്രീവിയയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചിലർക്ക് വേദനയില്ലാത്ത രക്തസ്രാവം മാത്രം ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കും. താഴ്ന്ന നിലയിലുള്ള പ്ലാസെൻ്റ നിർണ്ണയിക്കുന്നതിനോ കണ്ടെത്തുന്നതിനോ ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. മുമ്പ് സിസേറിയൻ നടന്നിട്ടുണ്ടെങ്കിൽ പ്ലാസെൻ്റ പ്രീവിയ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചേക്കാം. അതിനാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രമേ സി സെക്ഷൻ പ്രസവം നടത്താവൂ എന്നത് പ്രധാനമാണ്. പ്ലാസെൻ്റ പ്രീവിയ ഉണ്ടാകാനുള്ള മറ്റ് കാരണങ്ങളാണ് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഗർഭം ധരിച്ചാൽ ഗർഭാശയത്തിന്റെ അസാധാരണ രൂപം മൂലം ഇങ്ങനെ വരാം. അതുപോലെ തന്നെ ഒന്നിലധികം കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് വഴിയും പ്ലാസെൻ്റ പ്രീവിയ ഉണ്ടാവാം. 3-ാം ട്രൈമസ്റ്ററിലെ താഴ്ന്ന പ്ലാസെൻ്റ മൂലമുണ്ടാകുന്ന ഏതെങ്കിലും വലിയ രക്തസ്രാവം അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടമുണ്ടാക്കാം. എന്നാൽ മിക്കവരിലും ഈ രക്തസ്രാവം ഇടയ്ക്കിടെയുള്ളതോ ചെറുതോ മിതമോ ആയിട്ടുള്ളതായിരിക്കും. രക്തസ്രാവം കൂടുതലായിട്ട് കണ്ടാലോ സങ്കോചങ്ങൾ അല്ലെങ്കിൽ വേദനയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെടണം. പ്ലാസെൻ്റ പ്രീവിയ വിവിധ തരത്തിലുണ്ട്. ഒന്നാമത്തേതാണ് പൂർണ്ണമായ പ്ലാസെൻ്റ പ്രീവിയ. മറുപിള്ള സെർവിക്സിനെ മൂടുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയെ പൂർണ്ണ പ്ലാസെൻ്റ പ്രീവിയ എന്നാണ് പറയാറ്. ഈ സാഹചര്യത്തിൽ ഗർഭാശയത്തിലൂടെ കുഞ്ഞിന്റെ കടന്നുപോകൽ പ്ലാസെൻ്റ തടയുന്നതിനാൽ സി സെക്ഷൻ അത്യാവശ്യമായിട്ട് വരും. അടുത്തതാണ് മാർജിനൽ പ്ലാസെൻ്റ പ്രീവിയ. ഈ അവസ്ഥയിൽ ഗർഭാശയ മുഖത്തോട് ചേർന്നുള്ള ഗർഭാശയത്തിന്റെ അടിഭാഗത്താണ് പ്ലാസെൻ്റ വളരുന്നത്. മറുപിള്ള സെർവിക്സിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സാധാരണ പ്രസവത്തിന് ശ്രമിക്കാം. അടുത്ത ഒരു ടൈപ്പാണ് ഭാഗിക പ്ലാസെൻ്റ പ്രീവിയ. ഈ സാഹചര്യത്തിൽ പ്ലാസെൻ്റയുടെ അഗ്രം സെർവിക്സിനെ ഭാഗികമായി മൂടിയേക്കാം. അതിനാൽ യോനിയിലൂടെയുള്ള പ്രസവം ഡോക്ടർമാർ നിർദ്ദേശിക്കാറില്ല. എന്നാൽ മിക്ക കേസുകളിലും ഗർഭാശയത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്ലാസെൻ്റയും സ്വയം മുകളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണാറ്. താഴ്ന്ന നിലയിലുള്ള പ്ലാസെൻ്റ എല്ലായ്പ്പോഴും പ്ലാസെൻ്റ പ്രീവിയ എന്ന കണ്ടീഷനിലേക്ക് നയിച്ചേക്കില്ല. ഇനി പ്ലാസെൻ്റ താഴ്ന്ന് കാണപ്പെട്ടാൽ അതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറുപിള്ള കുറവായതിനാൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പറയാറുള്ളത്. കാരണം ഇത് രക്തസ്രാവം കൂടുതൽ വഷളാക്കിയേക്കാം. അതുപോലെ രക്തസ്രാവം അനുഭവപ്പെടുകയാണെങ്കിൽ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ടേക്കാം. ഗർഭകാലത്ത് വിളർച്ചയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക.